ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൂരം ദിവസമായ എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അന്ന് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരമാണ് പൂടൽ. അപ്പോൾ പൂരമായ ദിവസം രാവിലെ കുളിച്ചിട്ടെല്ലാമാണ് പൂടുക. അപ്പോൾ രാവിലെ തന്നെ പാറു പൂടാൻ വേണ്ടിയിട്ട് വെക്കുമെന്ന്. ഇന്ന് മൺകാമനെല്ലാം ആക്കിയിട്ട് അതിന് നല്ല പൂവിനെ കൊണ്ട് കുടയെല്ലാം ആക്കി കുത്തി കൊടുത്തിട്ടാണ് നമ്മൾ പൂവിടുക. വിളക്കെല്ലാം കത്തിച്ച് വെച്ച് 3 പ്രാവശ്യം പൂവ് അരിയിട്ട് ചുറ്റിയിട്ടാണ് പൂവിടുക. പാറുവിന് എപ്പോഴും സംശയമാണ് പൂവിടാൻ പോകുമ്പോൾ എന്തായതാന്നുള്ളത്. ഇത്രയും ദിവസം ഇട്ടതാണ്, എന്നാലും ഇടാൻ സമയമാകുമ്പോഴേക്കിൽ സംശയമാണ് എന്താ ചെയ്യേണ്ടതെന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം പൂടുമ്പോഴും 3 പ്രാവശ്യം ചുറ്റിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിവിടെ പൂവെല്ലാം കുറവാണ് കിട്ടൽ. ചെമ്പകപ്പൂവെല്ലാം തീരെ ഇല്ല കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഒരു മരത്തിൻ്റെ മേലെ 2-3 കൊല ഉണ്ടായത് ഒട്ടിച്ചെടുത്തിട്ടാണ് പൂവിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ജടപ്പൂവെല്ലാം കുറച്ചുണ്ടായിന് അന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതും പിന്നെ കുറച്ച് കടലാസ് പൂവും ഇതെല്ലാം വെച്ചിട്ടാണ് ഇപ്പം പൂടുന്നത്. പൂവ് എടുത്തിട്ട് നടക്കുമ്പോൾ മൊത്തം വേറിപ്പോകുന്നു. അപ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ നടക്കുന്നവള്. അപ്പോൾ കാറ്റിലതുകൊണ്ട് വിളക്കിൻ്റെ തിരിയൊന്നും നിൽക്കുന്നേ ഇല്ല, കെട്ടു പോകുന്നു. നല്ല കാറ്റുണ്ടായിന് രാവിലെ തന്നെ. അപ്പോൾ 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോൾ പൂ കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ അത് കാമൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കലാണ്. ഇനി പൂട്ട് കഴിഞ്ഞിട്ട് കാമന് വെള്ളം കൊടുക്കലാണ്. 3 പ്രാവശ്യം കൊടുക്കണം. വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് വിളക്കിൽ അരിയിട്ട് കാമനും അരിയിട്ടിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ പൂവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി കാമന് ചോറ് കൊടുക്കലാണ്. പ്ലാവിലെല്ലാം കോട്ടിയിട്ട് ഓരോ കാമൻ്റെയും മുന്നിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ഉണങ്ങച്ചോറ് ഇട്ട് കൊടുക്കും. കുറച്ച് ഉണങ്ങച്ചോറ് എന്ന് പറഞ്ഞാൽ ഈ നെല്ല് കുത്തിയ അരി, തരക്കിയ അരി, അത് വെച്ചിട്ട് തേങ്ങയെല്ലാം ഇട്ടിട്ടാക്കുന്നത്. ഉപ്പിടാണ്ടാന്ന് കാമന് കൊടുക്കുക. ചെറിയാൾ പച്ചരി വെച്ചിട്ടും ആക്കും. അപ്പോൾ ചോറ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇട്ട പൂവായത്, ആ പൂവിനും കൂടി വെള്ളം കൊടുക്കണം. എന്നിട്ട് വേണം ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇട്ട കാമനെല്ലാം വെള്ളം കൊടുക്കണം.
പണ്ടെല്ലാം നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ പൂടും, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കാമന് ചോറ് കൊടുക്കൽ. ഇതിപ്പോൾ ഇവർ രാവിലെ തന്നെ പൂടാൻ തന്നെ ലേറ്റായിന്, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കലാണ്. അപ്പോൾ 3 ഇലേൻ്റെ കുറവുണ്ടായിന്, അപ്പോൾ 3 കൂടി പറിച്ചിട്ട് പ്ലാവില പറിച്ചിട്ട് കൂട്ടിയിട്ട് പാത്രം പോലെ ആക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് കട്ടയായിപ്പോയി, ഇനി വെച്ചിട്ട് രാവിലെ വെച്ചതാണ്. അപ്പോൾ അത് കട്ട പിടിച്ചുകൊണ്ട് സ്പൂണിൽ കോരിയിട്ട് കിട്ടുന്നില്ല. കുറച്ച് ലൂസിലാണെങ്കിൽ വേഗം കോരിയിട്ട് വിളമ്പാൻ പറ്റും. ഇതിപ്പം ഇടുമ്പോൾ തന്നെ സ്പൂണിൽ തന്നെ പറ്റി പിടിച്ചിട്ട് ഇലയിലേക്ക് വീഴുന്നേ ഉണ്ടായിട്ടാ. ഇനി ഇത് കുനിഞ്ഞ് നിന്നിട്ടാണ് കോരി കൊടുക്കേണ്ടത്. ഇവള് അവിടെ അങ്ങനെ കുത്തിയിരുന്നിട്ടാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ചാണകം കൊണ്ടാക്കിയ കാമനെല്ലാം ചോറ് കൊടുത്ത് കഴിഞ്ഞ് ഇനി മൺകാമനാന്ന്. അപ്പോൾ അതും കൂടി ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം ആ പ്ലേറ്റ് നമ്മൾ കിണ്ടീൻ്റെ മുകളിൽ അവിടെ തന്നെ കുറച്ച് നേരം വെക്കും. ഒന്നും കൂടി ഒന്ന് അരിയിട്ടിട്ട് തോഴ്ത്തിട്ട് ഒന്ന് മാറിയിരിക്കും. ഇപ്പോൾ പൂവെല്ലോട്ട് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി ആ ഇല മുഴുവനും എടുത്തിട്ട് ഫസ്റ്റ് നമ്മളിട്ട പൂവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ രാവിലത്തെ പൂടൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി സന്ധ്യക്കാണ്. സന്ധ്യക്ക് വിളക്കത്തിച്ചിട്ട് കാമന കോരും. അപ്പോൾ ഇനി ആ കിണ്ടിയിലില്ല വെള്ളം നമ്മുടെ അപ്പം മറിക്കുന്ന വെള്ളം ഒഴിക്കുന്ന മരത്തിൻ്റെ അടുക്ക കൊണ്ടുപോയിട്ട് ഒഴിച്ച് കളയണം.
അപ്പോൾ സന്ധ്യക്ക് വിളക്കെത്തിച്ചതിന് ശേഷം കാമന കോരാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട പൂവ് വാരിയിട്ട് ഇവിടെ കൊണ്ടിടും. ഇതിൻ്റെ കൂടെ വെച്ചിട്ട് പൂവിന് മൊത്തത്തിൽ വെള്ളമെല്ലാം കൊടുക്കും. വെള്ളമെല്ലാം കൊടുത്തതിന് ശേഷം ഈ ചാണകക്കാമന മൊത്തം എടുത്തിട്ട് തടുപ്പേൻ്റെ അകത്തേക്ക് ഇടും. അതിന് ശേഷം ഒരാൾ വിളക്കെടുത്ത് അളക്കും, ഒരാൾ കിണ്ടി, ഒരാൾ തളിക, പ്ലേറ്റ്, പിന്നെ കാമന. ഈ 3 കാമന കൈമിലാന്ന് പിടിക്കുക. ബാക്കി എല്ലാ കാമനയും തടുപ്പയിൽ കോരുക ചെയ്യാം. അപ്പം അങ്ങനെ എന്നിട്ട് വരിയായി പോയിട്ടാണ് കൊണ്ടാക്കുക. അപ്പോൾ ഇവിടെ ആളിപ്പം കുറവായതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് തടുപ്പയിൽ എടുത്തിട്ട് കൊണ്ടുപോക്കാന്ന് ഓരോന്നോരോന്നായിട്ട് ഇപ്പം ചെയ്യുന്നു. പിന്നെ പാട്ടെല്ലാം പാടിയിട്ടാണ് കൊണ്ടാക്കുക പണ്ടെല്ലാം. ഇപ്പം അങ്ങനെ ആയിരിക്കും പാട്ടൊന്നും അറിയുകയും ചെയ്യില്ല, ആരും പാടാനൊന്നും നിൽക്കലൊന്നുമില്ല. ഒരുപാട് ആൾക്കാരെല്ലാം അതെല്ലാം പാടിയിട്ട് ചെയ്യുമ്പോൾ ഒരു രസം തന്നെയാണ്. പണ്ട് നമ്മളെല്ലാം ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ഞാൻ പൂടുന്ന സമയത്തപ്പം ഈ ചെറിയ 2 കാമന ഞാനാന്ന് എടുത്തിട്ട് നടക്കൽ. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോക്കാന്ന്. അപ്പോൾ കാമന കോരി കഴിഞ്ഞിട്ട് നമ്മൾ പൂരടിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പൂരടിയെല്ലാം ആക്കി വെച്ചതെല്ലാം എടുത്ത് കഴിക്കും. പൂരട എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാവിൻ്റെ ഇലയിലാണ് ഉണ്ടാക്കുക. അരിമാവ് കുഴച്ച് അതിൻ്റെ ഉള്ളിൽ വെല്ലവും തേങ്ങയെല്ലാം ഇട്ടിട്ട് കുറച്ച് നീളത്തിൽ ആക്കിയിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്ന സാധനമാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പൂരട. അപ്പോൾ 2 ടൈപ്പ് ഉണ്ടാക്കീനി. ഒന്ന് പഞ്ചസാര വെച്ചിട്ടും ഉണ്ടാക്കീനി, പിന്നെ വെല്ലം ഇട്ടിട്ടും ഉണ്ടാക്കീനി. അപ്പോൾ പാറുവിന് വെല്ലം ഇഷ്ടമല്ല, അപ്പോൾ ഓക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ടാക്കി, ബാക്കി വെല്ലത്തിനെ കൊണ്ടും. അപ്പോൾ നമ്മൾ കാമനെല്ലാം കോരി പൂരടിയെല്ലാം കഴിച്ചു.